ഇടക്കിടക്ക് അങ്ങനെ വരും. നോക്കുമ്പോ ENT സ്പെഷ്യലിസ്റ്റ് അവിടെ ഇല്ല. ഇനിയിപ്പോ മൂപ്പര് വരണം. വേറെ ഡോക്ടർക്കെല്ലാം കാണിച്ചു. പിന്നെ അലർജീന്റെ ചെറിയൊരു വിഷയം. ഹായ് റെജി മുത്ത്, മുത്തുമണി, തങ്കക്കുടം. ധൈര്യമുണ്ടെങ്കിൽ ലവ് യു പറയാ. ലവ് യു പണ്ടേ പറഞ്ഞു കേട്ടോ. തങ്കക്കുടം ഉറങ്ങിക്കില്ലല്ലോ. ആടെ രാവിലെ ഇല്ലേ? അതെ അതെ ആണോ ചോദിക്കുന്നത്. അതെ അതെ. അത് കണ്ടിട്ടില്ല? റെജീന്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടില്ലേ? ഇഷ്ടമാണെങ്കിൽ ലവ് യു പറയടാ. ലവ് യു ധൈര്യം ഉണ്ടെങ്കിൽ. അല്ലേ ഷഫീക്ക, നമ്മളൊക്കെ ലവ് യു കുറെ മുമ്പ് പറഞ്ഞല്ലേ. എന്റെ വൈക്കിക്ക് പകരം ആരാ? എന്റെ വൈക്കൊക്കെ പകരം ഡെന്റിസ്റ്റിനെ കാണും. ശരി. അതുപോലെ ശരി. ചായ ഒക്കെ കുടിച്ചോ? പിന്നെ ഉള്ളിലായിരിക്കൂലേ? റഫീഖ് ഹായ് ഗുഡ് മോർണിംഗ്, കുടിച്ചോ ചോദിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ പോണം. ഞാൻ ആസിഫ് പറഞ്ഞിരിക്കാൻ എന്നോട് 2 വാക്കുകൾ സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ ഞാൻ ലൈവ് ഇടാണ്. ഇപ്പൊ ഓനെ കാണുന്നില്ല. മേലെ നിൽക്കുന്നുണ്ട് തോന്നുന്നു. ഇറക്കിയ പാടാ കുരിപ്പേ. രജി 2 വാക്കുകൾ പറയാൻ വേണ്ടിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതാ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, കയറുക. 2 വാക്കുകൾ സംസാരിക്കാം. ഞാന് 3 വർഷം ആയില്ലേ സിദ്ധി പറയുന്നുണ്ട്. ശരി. റജീന്ന് വിളിക്കുന്നുണ്ട് ഷെഫി. 5 ആളെ കാണുന്നുണ്ട്, 7 ആളെ കാണുന്നുണ്ട്. എല്ലാരും വെരി 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 കമന്റ് സൂപ്പർ. റജീന്റെ ഒരു കമന്റ് കാണുന്നുണ്ട്. താങ്ക് യു രജിമുത്തേ. ചിലർക്ക് ലവ് പറയാൻ പേടി, അതുകൊണ്ട് ചുമ്മാ. ഇജ്ജ് വളവത്തിയ ഞമ്മക്കറിയാം. അങ്ങനെങ്കിലും ആളുകള് വരുതിയിലാക്കാനല്ലേ കൊച്ചു കള്ളി. അവക്കറിയാം. ആസി വന്ന് ഹായ് ഹായ്. എന്നാ പറഞ്ഞേ? മൗണ്ടാ. ഹായ് ആസി, വെൽക്കം വെൽക്കം. വൈറ്റിയിൽ വന്ന വർഷം അല്ല ചോദിച്ചത് പറയണ്ട് റെജി. സെയ്ദ് ഹായ് പറയണ്ട്. ആസിഫായിട്ട് ആസിഫ ജി നമ്മളെ റെജിമുത്ത് മണി, ഷെഫീഖ ഇവരെല്ലാം കൂട്ടാണോ? കൂട്ടെല്ലാം കൂട്ടായിക്കോട്ടോ. അയ്യേ പറയണ്ട്. ഇവിടെ അതിന് ഉടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഓടി നടന്ന് ജി കാലും കൈയും മാത്രമേ നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളെ വടിയാക്കല്ലേ. ഓടി നടന്ന്. അല്ല നമുക്ക് മുഖത്തോക്കിട്ട് പറയാലോ, എല്ലാണ്ട് പറഞ്ഞല്ലോ വിഷമം. ആസിഫ് എന്ന് വിളിക്കുന്നുണ്ട്. അല്ല ഞാൻ കാര്യത്തില്ല, എന്റെ ചെവി ചെറുങ്ങനെ അടഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും കേറി നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഞാൻ കേൾക്കുന്നുണ്ടല്ലേ. ഞാൻ പറയാൻ നിങ്ങൾക്ക് കേൾക്കൂ, പക്ഷെ നിങ്ങള് പറഞ്ഞത് എനിക്ക് കേൾക്കുക അറിയില്ല ഫുള്ള്. ഹായ് ഷെഫീഖ് ബ്രദർ പറഞ്ഞിട്ട്. ആസിഫ് ഇപ്പൊ നാട്ടിൽ നിന്നെല്ലാം കൂടി വന്നില്ലേ പൊളിച്ചടക്കാൻ വേണ്ടിട്ട്. സൗദി അറേബ്യയിലുണ്ട്, നമ്മളെല്ലാം നാട്ടിലുണ്ട്. ദമാമിലല്ലേ ഉള്ളേ? ദമാമിലാന്ന് തോന്നുന്നു. പിന്നെ ആരും കേരുവാടോ 2 വാക്കുകൾ സംസാരിക്കാൻ. ചെവി എന്ത് പറ്റി? ആ ഇടക്കിടക്ക് ഇങ്ങനെ അടഞ്ഞു ഒരു അടവിന്റെ പ്രശ്നം വരും. അത് നമ്മള് രാവിലെ നോക്കുമ്പോ ഞാൻ പണ്ട് ഇങ്ങനെ ചെറുങ്ങനെ ചൊറിച്ചിലൊക്കെ വരുമ്പോ മറ്റേ എന്നെ വാപ്പി ഉമ്മിയൊക്കെ ഇങ്ങനെ ചീത്ത പറയല്ലോ. മറ്റേ ബഡ്സില്ലേ നമ്മളാ പഞ്ഞീന്റെ എന്താ പറയാ, ആ പഞ്ഞി ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ ചിലപ്പോ അതൊക്കെ ഉള്ളിൽ പോയിരിക്കും. അങ്ങനെ പോയതായിരിക്കാം ചിലപ്പോ. അങ്ങനെ ഇടക്കിടക്ക് അടയും. അപ്പൊ ENT സ്പെഷ്യലിനെ കാണിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. നോക്കുമ്പോ അവിടെ മൂപ്പറില്ല. വേറെ ആളെ കാണിച്ച് തൽക്കാലം ഒരു ഇരിക്കുന്ന മരുന്നൊക്കെ വാങ്ങി. ഇനി പിന്നെ ഇപ്പം അയാള് നാട്ടിൽ പോയിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും. പിന്നെ നോക്കാം ലീവുള്ള ദിവസം. ആസിഫായ് ഗുഡ് മോർണിംഗ്. രജി മുത്തോണി പറയുന്നുണ്ട്. ഷെഫീഖ് കേറി സംസാരിക്കാറുണ്ട്. അതെ, ഈ വേദിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. 2 വാക്കുകൾ പറയാൻ വേണ്ടിട്ട്. ഇപ്പൊ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം രജീനെ പോലെ ആരെങ്കിലും കയറി വരും എന്നൊക്കെ തോന്നുന്നത്. അപ്പൊ എന്റെ ലൈവ് ഇങ്ങനെ നീണ്ടു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ ഒരു കാമണിക്കൂറിന് ഉദ്ദേശിച്ചു. ഹായ് രജിത ചേച്ചി വിളിക്കുന്നുണ്ട്. സൗദിയിലുണ്ട് ഷെഫീഖ് ബ്രോ. അപ്പൊ ഞങ്ങളൊക്കെ റെജി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനൊരു സ്ഥലത്തുണ്ട്. പിന്നെ ഷെഫീഖ് എന്റെ അടുത്ത് കുറച്ച് ദൂരം, ഒരുപാട് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ആസിഫ് കുറച്ച് ദൂരത്താ. ഗുഡ് മോർണിംഗ് രജിത ചേച്ചി പറയണ്ട്. രജി എനിക്ക് മടി, ഞാൻ കേറൂല. ഓ മടി വല്ലാത്ത ആദി. എന്തിനു മടിക്കുന്നേ? ആസിഫ് കേറിവാടാ.
ഇതൊക്കെ നമ്മളെ ചങ്കുകളാ. ഷഫീഖ് ഇപ്പൊ എന്തും പറയാ.